തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലെ വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു രാജാവാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ജോസിയ എന്ന് പറയുന്ന രാജാവ്. ജോസിയയുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകാം. നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ജീവിത കഥയാണ് ജോസിയ. വളരെ ദൈവാനുഭവത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ജോസിയ. അപ്പോൾ ഈ ജോസിയയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം, അതിൽ കർത്താവിൻ്റെ വലിയ ഇടപെടലുകൾ സംഭവിക്കുകയാണ്. അതായത് തൻ്റെ മുൻഗാമികളായ തൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ പിതാവുമൊക്കെ വലിയ മ്ലേച്ഛമായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആളുകളായിരുന്നു. മനാസെ, ആമോൻ ഇങ്ങനെയുള്ള വ്യക്തികൾ ദൈവത്തിനെതിരായി, ദൈവിക ഹിതങ്ങൾക്കെതിരായി ദൈവ ആരാധന തന്നെ നഷ്ടപ്പെടുത്തി ഇസ്രായേലിൽ വലിയ ദുരന്തങ്ങൾ വരുത്തിവെച്ച കഥാപാത്രങ്ങളാണ്. അവരുടെ പുത്രനായും പൗത്രനായും ജോസിയ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം വളരെ ശക്തമായി ഇടപെടുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം, മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിയെപ്പറ്റി സ്വർഗം നൽകുന്ന ഒരു വലിയ വിശേഷണം, ഇവനെ പോലെ മറ്റൊരാൾ ഇല്ല. ഇത്രമേൽ ദൈവത്തെ ഗൗരവമായി പരിഗണിച്ച, ദൈവത്തിന് വില കൊടുത്ത് ജീവിച്ച ഈ വ്യക്തിയെപ്പോലെ മറ്റൊരു വ്യക്തിയില്ല. ഇതാണ് ജോസിയയെ പറ്റി പറയുന്നത്. മോശയുടെ നിയമമനുസരിച്ച് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിച്ച മറ്റൊരു രാജാവില്ല. എന്തുകൊണ്ടാണ് ജോസിയയെ പറ്റി അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ദൈവ ആരാധനയിൽ ജോസിയ വലിയ പ്രാധാന്യത്തോടുകൂടി ആ ദൈവ ആരാധനയെ കൈകാര്യം ചെയ്തതായി ആ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനായ ആമോനും വല്യപ്പനായ മനാസയുമൊക്കെ ഇസ്രായേലിൽ വലിയ മ്ലേച്ഛതകൾ പ്രവർത്തിച്ച ആളുകളാണ്. സ്വന്തം പുത്രനെ പോലും ബലിയഴിപ്പിച്ച ആളായിരുന്നു മനാസെ. വലിയ പ്രതിഷ്ഠകൾ ഉണ്ടാക്കി ജെറുസലേം ദേവാലയത്തെയും ആരാധനാ കേന്ദ്രങ്ങളെയുമൊക്കെ മലിനമാക്കി അവിടെ വേശ്യാവൃത്തി നടത്തി ദേവന്മാർക്കും ദേവികൾക്കുമൊക്കെ നിവേദ്യങ്ങൾ അർപ്പിച്ച് ഇസ്രായേലിൻ്റെ പരമ്പരാഗതമായ ദൈവീക സങ്കല്പത്തെയും ദൈവ ആരാധനയും തച്ചുടച്ച് നിസ്സാരപ്പെട്ട ലാഭങ്ങൾക്ക് വേണ്ടി വലിയ മ്ലേച്ഛതകൾ പ്രവർത്തിച്ച ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊച്ചു മകൻ വരികയാണ്. അവനാണ് ജോസിയ. അപ്പോൾ അവനെ ഇസ്രായേലിൻ്റെ രാജാവായി സിംഹാസനത്തിലേറ്റുമ്പോൾ കർത്താവിന് വലിയ പദ്ധതികൾ അവനിലൂടെ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. അപ്പോൾ എന്താണ് ജോസിയയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവീകമായ ബോധ്യം? പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്, തൻ്റെ മുൻഗാമികൾ പ്രവർത്തിച്ച തിന്മകൾ അവന് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയ ഒരു പാഠമാണ്. അതായത് നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ ദൈവീകമായ ശാപങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്, പൈശാചിക ഉപദ്രവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ്, പൂർവിക ശാപങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തെ വല്ലാതെ നിരാശയിൽ കാണുന്ന അനേകം വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതായത് തങ്ങളുടെ ജീവിതത്തിൽ വലിയ മെച്ചമില്ല എന്നും പൂർവികരായ ആളുകൾ ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതമാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ദുരന്തങ്ങൾ പേറുന്ന ഒരടുത്ത തലമുറ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ ദിവസം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ എത്ര പൂർവികമായ ശാപങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിൽ ആരൊക്കെ ദൈവത്തിനെതിരായി പ്രവർത്തിച്ച് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിലും, നാം എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി കാരണം ആ കുടുംബത്തെ നവീകരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് നാം പ്രത്യേകമായി ഓർത്തിരിക്കണം. ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അനേകം തെറ്റുകളിലൂടെ കടന്നുപോയൊരു കുടുംബമാണ് ജോസഫിൻ്റെ കുടുംബം. സഹോദരന്മാർ അദ്ദേഹത്തെ വിൽക്കുകയാണെന്ന് നമുക്കറിയാം. വലിയൊരു കിണറ്റിലേക്ക് തള്ളിയിട്ടു, അതിനുശേഷം മിഥിയാൻകാർക്ക്, കച്ചവടക്കാർക്ക് വിറ്റു. അങ്ങനെ തിന്മ പ്രവർത്തിച്ച സഹോദരന്മാർക്കിടയിൽ ജീവിച്ച ഒരു നക്ഷത്രമായിരുന്നു ജോസഫ്. ഒടുവിൽ ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുകയാണ്. അവിടെ നമ്മൾ കാണുന്നൊരു വചനം ഇതാണ്, ജോസഫിനെ ഓർത്ത്
ഈജിപ്തിനെ മുഴുവൻ കർത്താവ് അനുഗ്രഹിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾ വിഗ്രഹാരാധനയിൽ ജീവിക്കുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു വ്യക്തി കാരണം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരൊറ്റ വ്യക്തി കാരണം വലിയ ക്ഷാമത്തെ ഈജിപ്റ്റ് അതിജീവിച്ച കഥകളൊക്കെ നമുക്കറിയാം. ആ സമയത്ത് ജോസഫിൻ്റെ പ്രത്യേകമായ വിവേകം കൊണ്ട് ആ ഭവനം അല്ലെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം, ലോകം തന്നെയും രക്ഷിക്കപ്പെട്ടു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ കുടുംബത്തിൽ എത്ര പേർ മോശമായ രീതിയിൽ ജീവിച്ചിരുന്നാലും, എന്തുമാത്രം രക്തം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വീണുപോയാലും, എത്ര തലമുറ ശാപങ്ങൾ വന്നു പേറി എന്ന് പറഞ്ഞാൽ നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവാരാധനയിൽ പ്രബലപ്പെട്ട് ജീവിക്കാൻ മനസ്സാകുന്നൊരു നിമിഷം നിന്റെ കുടുംബത്തിൻ്റെ ഗതിവിഗതികളിൽ കാര്യമായ മാറ്റമുണ്ടാകും. അതുകൊണ്ട് മറ്റു തലമുറ, മരിച്ചുപോയ ആളുകളെ പഴിപറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യം ഇനി നമുക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബോധ്യം ഇതാണ്: മനാസയും ആമോനും ഒക്കെ വലിയ തെറ്റുകൾ ചെയ്ത് ഈ സിംഹാസനത്തെയും ഈ രാജ്യത്തിൻ്റെ ആരാധനയെയും ഏകദൈവ വിശ്വാസത്തെയും മലിനപ്പെടുത്തി വിഗ്രഹാരാധന കൊണ്ട് നാടിനെ നിറച്ചു എങ്കിലും, അക്ഷേര പ്രതിഷ്ഠകളും മൊളോക്ക് ദേവന്റെ പ്രതിഷ്ഠകളുമൊക്കെ പ്രതിഷ്ഠിച്ചു, അതിന് ആരാധനകൾ നടന്നുവെങ്കിലും അടുത്ത തലമുറയിൽ വന്ന 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ ഭരണമേറ്റെടുക്കുമ്പോൾ, അവന് മുൻപിൽ ദൈവാരാധന സജീവമാകുമ്പോൾ, ഇസ്രായേലിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണഹൃദയത്തോടും കൂടെ ദൈവാരാധന പ്രബലപ്പെടുമ്പോൾ ആ രാജ്യത്തിൻ്റെ ചരിത്രം തന്നെയും ആ കുടുംബത്തിൻ്റെ ചരിത്രം തന്നെയും മാറുകയാണ്. അവനെപ്പറ്റി വചനം പറയുകയാണ്: ഇവനെ പോലെ ദൈവത്തെ സ്നേഹിച്ചിരുന്ന, ദൈവത്തിന് പ്രിയപ്പെട്ടതായി ഉണ്ടായിരുന്ന ഒരുവൻ അവന് മുൻപോ അവന് പിൻപോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമാണോ? നമ്മുടെ ജീവിതം ശാപഗ്രസ്തമായ ജീവിതമാണോ? പൂർവിക ശാപങ്ങളുടെ ഭാരങ്ങൾ പേറി ജീവിതത്തെ വല്ലാതൊരു ദുർഘടാവസ്ഥയിൽ കൊണ്ടുപോകേണ്ടവരാണോ നമ്മൾ? അതിൻ്റെ വിഴുപ്പുകെട്ടുകൾ ചുമക്കേണ്ടവരാണോ നമ്മൾ? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വചനവും ആരാധനയും നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യമാണ്, അടിമത്തമല്ല. നമ്മൾ തിരിച്ചറിയണം, സ്വാതന്ത്ര്യമാണ്, അടിമത്തമല്ല. അപ്പോൾ ദൈവികമായ ഒരു സ്നേഹത്തിലേക്ക് കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യത്തോടുകൂടി നയിക്കുകയാണ്. ദൈവികമായ ഒരു ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ ഏറ്റവും അടുത്ത് യോജിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ വാത്സല്യം കാണേണ്ടത്. ഇവിടെ ജോസിയ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വളരെ ചുരുക്കത്തിൽ നമ്മൾ ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ, അവൻ ആദ്യമായി ചെയ്യുന്നത് ഈ ദേവാലയത്തിലേക്ക് കർത്താവിൻ്റെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പലയിടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ, പലരാൽ അവഗണിക്കപ്പെട്ട് കിടന്ന കർത്താവിൻ്റെ നിയമഗ്രന്ഥത്തെ, ആ വചന ചുരുളുകളെ അവൻ കൊണ്ടുവരികയും ദേവാലയത്തിൽ വെച്ച് അവനുൾപ്പെടെയുള്ള സദസ്യരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ വചനം വായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ വചനം എല്ലാവരും കേൾക്കെ വായിക്കുകയും ആ ദേവാലയത്തെ അവൻ ശുദ്ധീകരിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പൂർവിക ശാപങ്ങൾ കാരണം ജീവിതത്തിൽ അനുദിനം രോഗമാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, രോഗക്കിടക്കയിലിരുന്നു കൊണ്ട് എൻ്റെ പൂർവിക ശാപത്തിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിന് ഒരു മോചനമില്ലെന്നും മരുന്നുകളിൽ നിന്ന് ഒരു മാറ്റമില്ല എന്നും ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ വചന ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്: ജീവിതത്തെയും നിൻ്റെ ആരാധന ഇടങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ നീ തയ്യാറാവുക. പൂർവിക പിതാക്കന്മാർ കാണിച്ചു തന്ന ദുർമാതൃകകളിലേക്കല്ല നാം പോകേണ്ടത്. മറിച്ച് ഇസ്രായേലിൻ്റെ ചരിത്രം വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്: ഓ ഇസ്രായേലേ, കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അപ്പോൾ ജോസിയയുടെ ജീവിതത്തിൽ ജോസിയ ഈ ഒരു കൽപ്പന ഏറ്റെടുത്തു. എന്താണ് ആ കൽപ്പന? വചനത്തിലൂടെ തലമുറകൾക്ക് മുൻപേ ദൈവം ഇസ്രായേലിന് നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളും, അതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന ഈ വചനത്തെ ഒരലങ്കാരം പോലെ അല്ല നമ്മൾ കാണേണ്ടത്. നമുക്ക് മുത്തിയെടുക്കുവാനുള്ള ഒരു വസ്തുവായിട്ടല്ല നാം വചനത്തെ കാണേണ്ടത്. ജീവിക്കുവാനുള്ള വലിയ ഉത്തേജകമായിട്ടാണ്, ജീവിക്കാനുള്ള ഒരു വലിയ മരുന്നായിട്ടാണ് നാം വചനത്തെ സ്വീകരിക്കേണ്ടത്. ഒരു വലിയ ഔഷധമാണ് ദൈവത്തിൻ്റെ വചനം.
വലിയൊരു പ്രതിവിധിയാണ് ദൈവത്തിൻ്റെ വചനം, വലിയൊരു മാർഗദർശിയാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഉഗ്രമായ ആയുധങ്ങൾ വഹിക്കുന്ന ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ജോസിയ തകർന്നു കിടന്ന തൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ആദ്യമായി ചെയ്യുന്നൊരു വിശുദ്ധീകരണം വചനത്തിൻ്റെ ഉപാസന നടത്തുന്നു എന്നുള്ളതിലാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ആത്മാവും ജീവനുമായ ദൈവത്തിൻ്റെ വചനം വായിക്കാൻ, അല്ലെങ്കിൽ അത് ധ്യാനിക്കാൻ, അതിന് വില കൊടുക്കാൻ ഒരു സമൂഹം തയ്യാറായപ്പോൾ ആ സമൂഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂർവിക ശാപങ്ങൾ ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളിൽ ഞാൻ കിടക്കുകയാണ് എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, നമ്മളതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടത്തുന്നതിനേക്കാൾ ഉപരിയായി നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പ്രതിവിധി നേടാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു തകർച്ചയാണ് നിന്റെ ജീവിതത്തിൽ വന്നത് എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും പരിഹാരം കർത്താവിനുണ്ട് എന്ന് നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ നീ കാര്യമായി എടുക്കുക. പ്രശ്നങ്ങളിലല്ല നമ്മൾ മുഴുകേണ്ടത്, പ്രശ്നപരിഹാരത്തിലാണ്. പ്രശ്നപരിഹാരം എന്താണ്? കർത്താവിൻ്റെ വചനം സഭാമധ്യേ വായിക്കുക. കൊട്ടാരത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഈ വചനം വായിച്ചു, എല്ലാവരും അത് കേട്ടു, എല്ലാവർക്കും അതിൻ്റെ പൊരുൾ മനസ്സിലായി. ആ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം, ചെയ്തു പോയ തെറ്റുകൾ ബോധ്യപ്പെടും എന്നുള്ളതാണ്. അവിടെ ആ സമൂഹം ചെയ്തു പോയ തെറ്റുകളെ പറ്റിയുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. അവർ തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞു. തങ്ങൾ ഉയർത്തിവെച്ച അക്ഷേരാ പ്രതിഷ്ഠകളെയും ബാൽദേവന്റെ വിഗ്രഹങ്ങളെയും അവർ തകർത്തു. മൊളോക്കിന് ബലിയർപ്പിച്ചിരുന്ന ബെൻഹിന്നോം താഴ്വര, പുത്രീപുത്രന്മാരെ ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന, പൂർവ്വപിതാക്കന്മാർ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന, മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരുന്ന താഴ്വരകൾ അവർ വിശുദ്ധമാക്കി എന്ന് നമുക്കറിയാം. ബെൻഹിന്നോം താഴ്വരകൾ ശുദ്ധീകരിക്കപ്പെട്ടു. പാപത്തിൻ്റെയും അസ്വസ്ഥതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ബഹുദൈവ ആരാധനയുടെയും ഒക്കെ ബെൻഹിന്നോം താഴ്വരകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തകർക്കപ്പെടണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അതിനെ തകർക്കാൻ, അതിനെ എടുത്തു മാറ്റാൻ, അതിനെ നശിപ്പിച്ച് കളയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവാരാധനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു വസ്തുവായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു ചിത്രമായിരിക്കാം, എന്തു തന്നെ ആയാലും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതെല്ലാം ബെൻഹിന്നോം താഴ്വരകളിൽ ഉപേക്ഷിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിന് കൊടുത്ത ഒരു ഗൗരവ ബുദ്ധി, ദൈവത്തിന് കൊടുത്ത ഒരു പ്രഥമ സ്ഥാനം, അതാണ് ജോസിയായെ രക്ഷിച്ചെടുക്കുന്നത്. ജോസിയായെ പറ്റി സ്വർഗം സന്തോഷിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്: ജോസിയ ദൈവത്തിൻ്റെ വഴികളിൽ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമത്തിൽ ജോസഫിനെ കണ്ടുമുട്ടുമ്പോൾ ജോസഫിൻ്റെ ജീവിതം വളരെ രസകരമായ ഒരു ജീവിതമാണ്. നമ്മൾ വായിക്കും തോറും നമുക്ക് ആവേശം വരുന്നൊരു ജീവിതമാണ് ജോസഫിൻ്റെ ജീവിതം. ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായി ചെല്ലുമ്പോൾ വചനം ഓർമ്മിപ്പിക്കുകയാണ്, പൊത്തിഫറിൻ്റെ കുടുംബത്തെ ജോസഫിനെ പ്രതി ദൈവം അനുഗ്രഹിച്ചു. കാരണം എന്താണ്? കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം കർത്താവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോസഫ് അടിമപ്പണിയാണ് ചെയ്തിരുന്നത് എങ്കിലും അതുമൂലം കർത്താവ് ആ വീടിനെ അനുഗ്രഹിച്ചു. കർത്താവ് ഫറവോയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നുണ്ട് ജോസഫിൻ്റെ സാന്നിധ്യം വഴി. വലിയ ക്ഷാമത്തിൽ നിന്ന് ലോകത്തെ ദൈവം രക്ഷിച്ചെടുത്തത് ജോസഫ് വഴിയായിട്ടാണ്. കാരണം എന്താണ്? കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്: ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജോസഫ് ദൈവത്തെ മാനിച്ചിരുന്നു എന്നുള്ളതാണ്. വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നിറയണമെങ്കിൽ എല്ലാം ദൈവ വഴികളിലൂടെയാണ് ചെയ്യുന്നതെന്നും ദൈവമാണ് എന്നെ സഹായിക്കുന്നതെന്നും എല്ലാ മഹത്വവും ദൈവത്തിൻ്റേതാണ് എന്നും ഒരു വ്യക്തി അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരും. അങ്ങനെ ആ വ്യക്തി വഴി ആ വ്യക്തി ആയിരിക്കുന്ന സമൂഹം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവരെ പറ്റി, നിൻ്റെ സഹപ്രവർത്തകരെ പറ്റി പരാതി പറയാൻ നിനക്ക് അവസരമുണ്ടാവില്ല. കാരണം നീ വഴിയായിട്ടാണ് ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുന്നത്, മറ്റുള്ളവർ വഴിയായിട്ടല്ല. നീ എന്ന് പറയുന്ന വ്യക്തിയെ കർത്താവ് അവിടെ ചെന്നാക്കിയിരിക്കുന്നത്, ഒരു ഈജിപ്റ്റ് ദേശത്ത് കർത്താവ് നിന്നെ ആക്കിയിരിക്കുന്നത്
വിഗ്രഹാരാധന നടത്തുന്ന നാട്ടിൽ നിന്നെ ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നീ വഴി ആ ദേശത്തേക്ക് വിശ്വാസത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുകുന്നതിന് വേണ്ടിയാണ്. വിശ്വാസമില്ലാത്തൊരു കുടുംബത്തിലേക്ക് വിശ്വാസിനിയായ ഒരു ഭാര്യ എത്തിച്ചേരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുടുംബം വിശ്വാസത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. വിശ്വാസമില്ലാത്തൊരു സമൂഹത്തിലേക്ക് വിശ്വാസമുള്ള നീ ദൈവത്തെ വഹിച്ചുകൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? നീ വഴി ആ സമൂഹം വിശുദ്ധീകരിക്കപ്പെടുന്നതിനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മുഖേന നീതീകരിക്കപ്പെടുന്നു. അതുപോലെ തിരിച്ചും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യങ്ങൾ ദൈവികമായി മാറണം. നാം പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണ്. മറ്റുള്ളവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പരാതി പറയുന്നവരാണ്. മറ്റുള്ളവരെല്ലാം സംഘം ചേർന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എങ്ങനെയാണ്? നീ എന്ന് പറയുന്ന ഒരു വ്യക്തി വഴി മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടുന്നു. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്റെ ദൈവികമായ സാന്നിധ്യം വഴിയായിട്ടാണ് അതിൻ്റെ ഇടനാഴികൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതിൻ്റെ മുറികൾ അനുഗ്രഹിക്കപ്പെടുന്നത് നീ എന്ന് പറയുന്ന വ്യക്തിയുടെ ദൈവിക സാന്നിധ്യം വഴിയായിട്ടാണ്. ഇവിടെ ജോസിയ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവൻ വചനത്തെ ഉള്ളിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. കുടുംബ സമാധാനമില്ലാത്ത കുടുംബമാണെങ്കിൽ, മദ്യപിക്കുന്ന വ്യക്തികളുള്ള കുടുംബമാണെങ്കിൽ, വലിയ സാമ്പത്തിക ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന കുടുംബമാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, നിങ്ങൾ വചനത്തെ ഗൗരവമായി പരിഗണിക്കുക. അനേകം അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ പൗരോഹിത്യ ജീവിതങ്ങളിലുണ്ട്. ഒരു വചനം ആവർത്തിച്ച് വായിച്ചത് നിമിത്തം ജീവിതത്തിൻ്റെ തലവര മാറിയ അനേകം സാക്ഷ്യ ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്. വചനത്തിൻ്റെ അഭിഷേകം കിട്ടിയ വ്യക്തികൾ, അവർ തീപ്പന്തങ്ങളായി മാറിയത്, വെറും കരിക്കട്ട പോലെ ഇരുന്ന ജീവിതങ്ങൾ വചനത്തിൻ്റെ അഗ്നി വന്നപ്പോൾ വലിയ തീപ്പന്തങ്ങളെ പോലെ ആളിക്കത്തുന്നതും സുവിശേഷ പ്രഘോഷണങ്ങളിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ജീവിതം ഒരു പക്ഷേ അതിന് ഉദാഹരണമുള്ളതായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ അക്ഷര പ്രതിഷ്ഠകളെയും എല്ലാ വിഗ്രഹങ്ങളെയും തകർത്ത് കളയുകയും അവിടെ ദൈവത്തിൻ്റെ വചനം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എല്ലാ പ്രതിഷ്ഠകളെയും ഇടിച്ച് പൊടിച്ച് അവൻ കെദ്രോൻ അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നശിപ്പിച്ച് ഒഴുക്കിക്കളയുവാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം അകലങ്ങളിലേക്ക് ഒഴുക്കിക്കളയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദൈവികമായ ബന്ധത്തെ വളർത്താത്ത വ്യക്തിബന്ധങ്ങൾ നമുക്ക് പാടുള്ളതല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്താത്ത കൂട്ടുകെട്ടുകൾ പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ ജീവിത ശൈലികൾ ദൈവികമായി മാറുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം നാം എന്ന് പറയുന്ന ഒരു വ്യക്തി വഴി ഒരു ദേശം, ഒരു രാജ്യം ദൈവത്താൽ ഏറ്റെടുക്കപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ ജോസിയ വഴി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ രാജ്യത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ജോസിയയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ജോസിയ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഈ ഉടമ്പടി ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് പെസഹ ഭക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുവൻ. പ്രിയപ്പെട്ടവരെ, അനേക നാളത്തെ ഒരു പാരമ്പര്യം, ആ പാരമ്പര്യം ഇസ്രായേലിൽ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു, യൂദയായിൽ നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് ജോസിയ വഴിയായി എന്താണോ നഷ്ടപ്പെട്ടു പോയ നല്ല പാരമ്പര്യങ്ങൾ അതിനെ തിരികെ കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. നമ്മുടെ ഏറ്റവും അടുത്ത ആത്മീയ സുഹൃത്തുക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടാകാം. അവർ കാണിച്ചു തന്ന നല്ല മാതൃകകളെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ജോസിയ പറയുകയാണ്, പെസഹ നിങ്ങൾ നഷ്ടപ്പെടുത്തി, നിങ്ങൾ ആ പെസഹ ആചരിക്കുവിൻ. നിങ്ങൾ ഭക്ഷിക്കേണ്ടത് വിജാതീയ ദൈവങ്ങൾക്ക് അർപ്പിച്ച ആഹാരമല്ല. നിങ്ങൾ ഭക്ഷിക്കേണ്ടത് നൈവേദ്യമായി പൂജിച്ച ആഹാരമല്ല, മറിച്ച് നിങ്ങൾ പെസഹ ഭക്ഷിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ജീവൻ നൽകാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന് ചുറ്റും പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ജീവനുള്ളതും ജീവനില്ലാത്തതും. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ജീവൻ നൽകുന്നതിനെ സാംശീകരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ജീവൻ ഉണ്ടാകുന്നത്. പലരും മരിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പല ജീവിതങ്ങളും നിരാശയിൽപ്പെട്ട് വലിയ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ? പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന വാർത്തകൾ ഒരിക്കലും ആശ്വാസം തരുന്ന വാർത്തകളല്ലല്ലോ. എന്തുമാത്രം ഹീനകൃത്യങ്ങളാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ,
നമ്മളതിനെ പഴി പറഞ്ഞിരുന്നിട്ടോ അത് ചെയ്തവരെ പഴിച്ചിട്ടോ കാര്യമില്ല. കാരണം എന്നിലൂടെയാണ്, നിങ്ങളിലൂടെയാണ് അതിനെതിരെയുള്ള ആത്മീയ ശക്തി ഒഴുകേണ്ടത്. ജീവിതത്തിൽ ആത്മീയമായി നമ്മൾ ഉയരുമ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹവും ഉയർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സമൂഹത്തിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുറവ് സംഭവിച്ചതുകൊണ്ട്, നമുക്ക് ഈ ദേശത്ത് സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നത്. ഞാൻ താമസിക്കുന്ന ദേവാലയത്തിന് ചുറ്റും അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നിൽ നിന്ന് ഒരാത്മീയ ശക്തി പുറപ്പെട്ട് ഈ ദേശത്തിൻ്റെ 4 അതിർത്തികളെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ് ഞാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ആത്മഹത്യകൾ നടക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഇടങ്ങളിൽ കൊലപാതകങ്ങൾ നടക്കുന്നത് എന്നിൽ നിന്നൊരു ആത്മീയ ശക്തി പുറപ്പെടാത്തത് കൊണ്ടാണ്. മോശ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ്റെ ആത്മീയ ശക്തി കൊണ്ടല്ലേ അനേക ലക്ഷക്കണക്കിന് ആളുകൾ കനാൻ നാട്ടിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുമ്പോൾ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു ദൈവിക ശക്തി, അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതല്ല, അനേകം ആളുകളിലേക്ക് പോകുന്നതാണ്. വിശ്വാസത്തിൽ അടുത്തിടെ വന്നൊരു സഹോദരനെ എനിക്കറിയാം. അദ്ദേഹം വളരെ യാദൃച്ഛികമായി ദൈവത്തെപ്പറ്റി അറിഞ്ഞ് വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് വന്ന് മാമോദീസ സ്വീകരിച്ച് ദേവാലയത്തിൽ വന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് വചനം വായിച്ച് തുടങ്ങി അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഇതാണ്: ദിവസത്തിൽ ഒരു 3 പേരോടെങ്കിലും ഈ ദൈവത്തെ പറ്റി പറയുവാൻ അദ്ദേഹം മനസ്സ് കാണിക്കുന്നു. അങ്ങനെ എന്താ ചെയ്യുന്നത്? അനേകം കുടുംബങ്ങൾ കർത്താവിനെ അറിയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ വീടിന് ചുറ്റും നേരത്തെ വലിയ അസ്വസ്ഥതകളായിരുന്നു, എൻ്റെ ഭവനത്തിന് ചുറ്റും അതിർത്തി തർക്കങ്ങളായിരുന്നു, എനിക്ക് തന്നെ പല വിധത്തിലുള്ള കേസുകളും കോടതി വ്യവഹാരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എന്നിൽ ഒരാത്മീയ ശക്തി നിറഞ്ഞപ്പോൾ അതിർത്തി തർക്കങ്ങൾ ഇല്ലാതായി. കോടതി വരാന്തകളിൽ നിന്ന് മുഷിഞ്ഞ് തളർന്ന ഞാൻ ഇപ്പോൾ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. നമ്മുടെ അധ്വാനവും സമയവും മറ്റു മേഖലകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ദൈവത്തെ യഥാർത്ഥമായി അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ശക്തിയും ഊർജവും മറ്റു പല മേഖലകളിലേക്ക് ഒഴുകിപ്പോകുന്നതിന് കാരണം എന്താണ്? നാം പലപ്പോഴും യഥാർത്ഥ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആ ദൈവിക ആരാധനയിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ്. ഇവിടെ ജോസിയായുടെ ജീവിതം നമ്മെ ഉണർത്തട്ടെ. തകർന്നും തപിച്ചും കിടക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെല്ലാവരും ഉയർന്നു വരട്ടെ. ഈ ടെലിവിഷൻ സ്ക്രീനിന് മുമ്പിലിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ പ്രകാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോസിയായുടെ ജീവിതം നിങ്ങളെ സംരക്ഷിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും, നിൻ്റെ ശക്തി മുഴുവൻ ദൈവാരാധനയ്ക്ക്, നിൻ്റെ മനസ്സ് മുഴുവൻ ദൈവാരാധനയ്ക്ക്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം മുഴുവൻ ദൈവത്തിന്, അങ്ങനെ ജീവിച്ചാൽ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ദർശിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.